പാലാരിവട്ടത്തെ കാർ ഷോറൂമിൽ നിന്ന് റേഞ്ച് റോവർ പുറത്തിറക്കുന്നതിനിടെ യുവാവ് മരിച്ചതിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കാർ ഡീലർമാർ. വാഹനമിറക്കാൻ ചുമട്ടുതൊഴിലാളികൾ നടത്തിയ പിടിവാശിയെ തുടർന്നാണ് അപകടം ഉണ്ടായതെന്നാണ് പരാതി. യുവാവിന്റെ മരണത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും ആവശ്യമുണ്ട്. ഷഹീൻ ആന്റണി നമുക്കൊപ്പം ചേരുകയാണ്. ഷഹീൻ, കയറ്റുന്നതും ഇറക്കുന്നതും എല്ലാം ലോഡിങ്ങും അൺലോഡിങ്ങുമാണ് എന്നുള്ള പിടിവാശി പലയിടങ്ങളിലും ഈ തൊഴിലാളികൾക്കുണ്ട് എന്നുള്ളത് പലയിടത്ത് പരാതി ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ നോക്കൂ, ഇത് വളരെ വൈദഗ്ധ്യം വേണ്ട, ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ആളുകൾ ചെയ്യേണ്ട ഒരു പണിയാണ്. അതിപ്പോൾ ആ പിടിവാശി കൊണ്ട് നഷ്ടമായിരിക്കുന്നത് ഒരു മനുഷ്യജീവൻ എന്നാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇല്ല, അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ചും ഇത് വില കൂടിയ കാറുകളാണ്. അവിടെ ഇടിച്ചത് റേഞ്ച് റോവറാണ്. ആ റേഞ്ച് റോവർ എന്ന് പറയുന്നത് 6 കോടി രൂപ വില വരുന്ന കാറാണ്. ഈ കാറുകൾ ഇറക്കുമ്പോൾ, അതായത് കൊണ്ടുവന്ന കണ്ടെയ്നർ ലോറിയിൽ നിന്നും കാറുകൾ ഇറക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ഡ്രൈവർ കയറുകയാണെങ്കിൽ അയാൾക്ക് MVDയുടെ ലൈസൻസ് ആവശ്യമാണ്, പ്രത്യേക പരിശീലനം ആവശ്യമാണ്. ഈ പരിശീലനം ലഭിക്കുമ്പോൾ ഇവർ കയ്യിലൊരു മോതിരമോ ബെൽറ്റ് വരെ ഊരി വേണം ഈ കാറിനകത്തേക്ക് കയറാൻ. കാരണം ഈ കാറിൽ ചെറിയൊരു സ്ക്രാച്ച് പോലും വരരുതെന്നുള്ളതാണ്. പക്ഷേ അതൊന്നും നോക്കാതെ ഈ വരുന്ന ചുമട്ടു തൊഴിലാളികൾ തന്നെയാണ് ഈ കാറ് പലപ്പോഴും പുറത്തേക്ക് ഇറക്കുന്നത്. അങ്ങനെ ഇറക്കുമ്പോൾ ഈ അപകടം പതിവായി മാറിയിരിക്കുന്നു. മാത്രമല്ല, ഈ കാറ് പൂർണ്ണമായി നശിച്ചിരിക്കുന്നു. ഇതിൽ ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ പോലും നഷ്ടപ്പെടുന്നതിന് ഈ പറയുന്ന ചുമട്ടു തൊഴിലാളികളുടെ പിടിവാശി കാരണമായി എന്നുള്ളതാണ്. ആ മുത്തൂറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് ഇത്തരത്തിലുള്ള അപകടമുണ്ടായത്. അവിടുത്തെ ജോലിക്കാരായിട്ടുള്ള റോഷൻ ആന്റണി സൈവർ, 45 വയസ്സുള്ള റോഷൻ, 45 വയസ്സും ഉണ്ടെന്നറിയില്ല, അദ്ദേഹത്തിന് ചെറിയ കുട്ടികളാണുള്ളത്. ആ കുട്ടികൾ ഇത് അനാഥരായിരിക്കുകയാണ്. കാരണം ഈ പറയുന്ന ചുമട്ടു തൊഴിലാളികളുടെ പിടിവാശിയാണ് ഇതിന് എല്ലാ കാരണമായി മാറിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇവർക്ക് ഇതിനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് ഇവർ ഈ കമ്പനികളിൽ പറയുന്നത്. മാത്രമല്ല, മറ്റാരെങ്കിലും ഇറക്കാൻ തയ്യാറായാൽ അവരെ ആക്രമിക്കുകയും ചെയ്യും. അങ്ങനെ മറ്റാർക്കും ഇത് ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക്, ഒരു നോക്കുകൂലി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡീലർമാർ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത്, പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ തന്നെ ചുമട്ടുതൊഴിലാളികൾ കാണിച്ചു വെച്ചിരിക്കുന്ന വലിയ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പല രീതിയിലും ചുമട്ടുതൊഴിലാളികളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവർ പറയുന്നത് പിടിവാശിയാണ്, ചുമട്ടുതൊഴിലാളികളുടെ പിടിവാശിയാണ് ഈ ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടമാകുന്നതിന് കാരണമായത് എന്നുള്ളതാണ്. വൈദഗ്ധ്യം വേണ്ട ഒരു കാർ അവിടെ നിന്നും ഷോറൂമിൽ നിന്നും താഴേക്ക് ഇറക്കുമ്പോൾ അത് ഇവരുടെ പിടിവാശി കൊണ്ട് മാത്രം, ഞങ്ങൾക്ക് അവകാശപ്പെട്ട ജോലിയാണ്, അതുകൊണ്ട് ഇത് മറ്റാർക്കും കൊടുക്കില്ല എന്നുള്ളൊരു പിടിവാശി കൊണ്ട് മാത്രം ചെയ്തതുകൊണ്ട് ഒരു ചെറുപ്പക്കാരന്റെ ജോലി നഷ്ടമായിരിക്കുകയാണ്. ഇതൊരു നോക്കുകൂലിക്ക് സമാനമായ രീതിയിലാണ് ചുമട്ടുതൊഴിലാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ ആക്ഷേപം. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വേണമെന്നും കൃത്യമായ പരിശോധനകളും ഈ പറയുന്ന ചെറുപ്പക്കാരന്റെ മരണത്തിൽ ഒരു അന്വേഷണവും വേണമെന്നാണ് ഡീലർമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബില്ല് ശരി, വ്യക്തമാണ്. ഡീലർമാർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഈ പ്രവണത മാറ്റണം എന്നതുൾപ്പെടെ, ചുമട്ടുതൊഴിലാളികളുടെ പിടിവാശി മാറ്റണം എന്നതുൾപ്പെടെ അവർ പരാതിയായി പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രിയോട്. ഷഹീൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.